കണ്ണന്റെ വലതുകാലിലെ വിരല് നേരത്തെ ചലിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇടതുകാലിലെ വിരലും ചലിച്ചു തുടങ്ങി. ആ വാർത്ത അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. നേരത്തെ അവൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടന്നപ്പം അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടതാ. എന്നിട്ട് പിന്നീട് അവൻ ഇടതുകാല് ചലിപ്പിച്ചിട്ടില്ല. അതൊക്കെ അവന്റെ അഭിനയമായിരുന്നു എന്നായിരുന്നു എന്റെ സംശയം. അതിപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാല് വിരല് മാത്രമല്ല, അവന്റെ കാല് മുഴുവനും ചലിച്ചു തുടങ്ങിയോടാ. എപ്പോ വന്നാലും ഇവന്റെ ഗോഷ്ടി കണ്ടിട്ട് വേണം പോവാൻ. എടാ, ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കാതെ എന്താ നടന്നെന്ന് പറടാ. അതല്ലെങ്കിൽ ഒന്ന് എഴുതി കാണിക്കേ. എവിടാ പേന പേപ്പറും? ഇവിടെ ഉണ്ടോ? ഒന്ന് എഴുതടാ. പറ്റില്ല സാറേ ഇങ്ങർക്ക്. അയ്യോ, പറ്റിയാലോ? എന്തായാലും നീയെല്ലാം കൂടി എന്നെ അങ്ങ് പറ്റിച്ചു. ഇനി ഇതെങ്കിലും പറ്റുമോ നോക്കട്ടെ. എഴുതടാ. പൊന്നം എഴുതും സാറേ. പിടിയോ? എഴുതടാ. സാറേ വേണ്ടെന്നാ പറഞ്ഞത്. സാറേ ഒന്നും ചെയ്യല്ലേ. ദൂരം പിടിക്കുന്നോ? വിട് സാറേ. എഴുതടാ. അണ്ണനെ കൊണ്ടൊന്നും പറ്റത്തില്ല സാറേ. സാറേ എന്തിനാടാ നിന്റെ കൈ? എന്താ സാറേ കാണിക്കണേ? സാറേ സാറേ വിട് സാറേ. സാറേ സാറേ അയ്യോ അയ്യോ സാറേ വിട് സാറേ. എടോ, എന്റെ ദേഷ്യം പിന്നെ എങ്ങനെ തീർക്കടോ? ആരോട് തീർക്കും? നിനക്കൊക്കെ പൈസ എന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടല്ലേ വീണ്ടും എന്റെ പൈസ പോകത്തേ ഉള്ളൂ. എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലടോ. ഞാൻ ആകെ അപ്സെറ്റാ. അണ്ണന് ചെറിയ പുരോഗതി ഉണ്ടായാലേ ഞാൻ അണ്ണന്റെ കയ്യിൽ നിന്ന് സാറ് പറയുന്നത് എഴുതി വാങ്ങിക്കാം സാറേ. എഴുതി വാങ്ങിക്കാൻ എന്താ? ഇവിടെ വല്ല വസ്തു കച്ചവടം മറ്റോ നടക്കുന്നുണ്ടോ? എടോ, ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി എടുപ്പിച്ചാ മതി. കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലയോ അത്ര മാത്രം എഴുതിച്ചാ മതി. അല്ലാതെ വലിയ മലമറിക്കുന്ന കാര്യം ഒന്നും ചെയ്യണ്ട. കാർത്തികയ്യ, ഒന്ന് കനിയടാ. അവൻ ശബരിമല കയറിയത് മറ്റുള്ളവരെ സഹായിച്ചിട്ടാണെന്ന് ഒന്ന് പറയടാ. അത് കേട്ടാ കുറച്ച് ആശ്വാസവും. അതുകൊണ്ടാ. നീ എന്തിനാ കരയുന്നേ? ഏതായാലും വന്നല്ലേ, എന്നാ മരുന്ന് വാങ്ങിച്ചു കൊടു. നീ എന്തെങ്കിലും വെട്ടി വിഴുങ്ങ്. അവനെ ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കുന്ന പോലെയാ പൈസ തന്നിട്ട് പോകുന്നത്. ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലേ അവന് നമുക്ക് ഇരുട്ടടി കൊടുക്കണോണ്ണ. അയ്യോ എന്റെ നടുവേ. അമ്മേ, അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഹണിമൂൺ ട്രിപ്പ് എന്നും പറഞ്ഞ് മൂന്നാറിൽ പോയിട്ട് വന്ന ശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട്. ആ മഹാലക്ഷ്മിക്ക്. എന്ത് മാറ്റം? എടാ, അവൾക്ക് മനം പുരട്ടലും തല ചുറ്റലും ഒക്കെ ഉണ്ടടാ. അത് മാത്രമല്ല, അവൾ അവളുടെ വീട്ടിൽ പോയപ്പോ അവളുടെ അമ്മ ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കി കൊടുത്താ വിട്ടത്. അതും പോരാഞ്ഞിട്ട് അവര് വീണ്ടും വന്നിരിക്കുന്നു കുറെ പലഹാരവും കൊണ്ട്. അത് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടല്ലേ? എന്നാ അവര് പറയുന്നത്. പക്ഷേ അത് നമ്മള് കണ്ണു അടച്ച് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോടാ? ഇപ്പോഴത്തെ അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എടാ എനിക്ക് തോന്നുന്നത് അവളുടെ വയറ്റിൽ ആരോ ആൾതാമസം തുടങ്ങിയിട്ടുണ്ടെന്നാ. ആൾതാമസോ? എടാ മണ്ട, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ദാമ്പത്യം പരാജയപ്പെട്ട ഒരു സ്ത്രീ അമ്മയാവോ? എടാ, ദാമ്പത്യം പരാജയമായ സ്ത്രീകൾക്ക് എന്താ അമ്മയായിക്കൂടെ? എടാ, ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടൻ ഒരു കുഞ്ഞ് ജനിക്കില്ല. എടാ, അവിടെയാ അവള് കണ്ണനെ വഞ്ചിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ടത്. അതിനിപ്പോ എന്താ മാർഗം? മാർഗം എന്താണെന്ന് ചോദിച്ചാ